വയനാട് പനമരം കാപ്പുംചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കാപ്പുംചാൽ ആറുമൊട്ടംകുന്ന് കാളിയാർ തോട്ടത്തിൽ രാഘവനാണ് മരിച്ചത്. സംഭവത്തെ തുടർന്ന് ചെറുകോട്ടൂർ വില്ലേജിൽ 5ഇടത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മരിച്ച രാഘവന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. രാവിലെ 7 മണിക്ക് പാൽ വിൽപ്പന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാപ്പുംചാലിന് സമീപം വെച്ച് ആറുമൊട്ടംകുന്ന് കാളിയാർ തോട്ടത്തിൽ രാഘവനെ കാട്ടാന ആക്രമിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. 74 വയസ്സായിരുന്നു. പനമരം പോലീസ് സ്റ്റേഷനിലെ ASI സുരേഷിന്റെ പിതാവാണ് മരിച്ച രാഘവൻ. ആനയെ തുരത്താൻ ശ്രമിച്ച 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ പനമരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ കൊമ്പൻ നിലയുറപ്പിച്ചതിനാൽ പനമരം പഞ്ചായത്തിലെ ചെറുകാട്ടൂർ വില്ലേജിലെ കൈതക്കൽ, കാപ്പുംചാൽ, കൂളിവയൽ, കൊയിലേരി, ആറുവട്ടംകുന്ന് എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാനായി വയനാട്ടിലെ 3 ഫോറസ്റ്റ് ഡിവിഷനുകളും തീവ്രശ്രമം ആരംഭിച്ചു. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതെന്ന് DFO അറിയിച്ചു. അപ്പോൾ പ്രോപ്പർലി നമ്മുടെ സ്റ്റാഫും എല്ലാ കംപ്ലീറ്റ് ഫോറസ്റ്റ് ഫോഴ്സ് ഫീൽഡിലുണ്ട്. എന്തായാലും നമ്മൾ ആനയെ ബാക്ക് ടു ഫോറസ്റ്റ് തിരിച്ചു വിട്ടിട്ടേ നമ്മൾ ഇനിയിപ്പം ഈ ഓപ്പറേഷൻ എൻഡ് ചെയ്യും. കാട്ടാനയെ മയക്കുവെടി വെച്ച് റേഡിയോ കോളർ ധരിപ്പിച്ച് കാട്ടിലേക്ക് അയക്കാൻ വനമന്ത്രി നിർദ്ദേശം നൽകി. മരിച്ച രാഘവനും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഫോറസ്റ്റ് സർജൻ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി. മീഡിയ 1 വയനാട്.